എല്ലാ മച്ചാന്മാർക്കും മിസ്റ്റർ മേസിയുടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്ന് പറയുന്ന ഒരു അലുവയാണ്. അലുവ എന്ന് പറയുമ്പോൾ സ്പെഷ്യൽ അലുവയാണ്. കുമ്പളങ്ങ വെച്ചിട്ടുള്ളൊരു അലുവ റെസിപ്പിയാണ്. നിങ്ങളാരും കഴിച്ചിട്ടുണ്ടായിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കുമ്പളങ്ങ, പഞ്ചസാര, നെയ്യ്, തേങ്ങാക്കൊത്ത് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞത്, അപ്പോൾ അതാ കുമ്പളങ്ങ എല്ലാം അതിൻ്റെ തൊലിയും അതിൻ്റെ അകത്തെ സോഫ്റ്റ് പാർട്ട് എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കുമ്പളങ്ങ മുറിക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ഇതിൻ്റെ പുറത്തെ തൊലിയിൽ ഒരുമാതിരി എന്തോ ഒരു നാര് കണക്കത്തൊരു വെള്ളപ്പൊടി കാണും. അപ്പോൾ അതൊക്കെ നേരെ ഉരച്ച് കഴിവിന് ശേഷം മാത്രമേ മുറിക്കാവുള്ളൂ. അപ്പോൾ നമുക്കിനി ഇത് ചെറുതായിട്ട് കുനുകുനാന്ന് നമുക്ക് മുറിക്കണം. അപ്പോൾ നമുക്കിത് കുനുകുനാ ചീവിയിടാം. ഇങ്ങനത്തെ സാധനത്തിൽ വേണം ചീവിയിടാൻ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നല്ല രീതിയിൽ ചീവി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളം ഒരുപാട് വരും, അത് കുഴപ്പമില്ല. ഇനി നമുക്ക് കുമ്പളങ്ങ എത്രത്തോളം ഉണ്ടെന്നൊന്ന് അളക്കണം. അപ്പോൾ ഞാനൊരു ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്, അതിനകത്ത് ഇട്ട് കൊടുക്കുക. ഒരു ഏകദേശം 3.5 ഉണ്ട്. നമുക്കിത് അളന്നിട്ട് വേണം ഇതിനകത്ത് പഞ്ചസാര കറക്റ്റ് അളവിൽ ചേർക്കാൻ. അപ്പോൾ ചീഞ്ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. തേങ്ങ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയാണ്. തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ തേങ്ങ തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, അണ്ടിപ്പരിപ്പ് ആയാലും മതി. തേങ്ങ മൂത്തിട്ടുണ്ട്, നമുക്ക് മാറ്റാം. നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ചീഞ്ചട്ടിയിലോട്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് കുമ്പളങ്ങ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ച മണം ഒന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പച്ച ചെവയൊക്കെ അങ്ങ് പോവും. അപ്പോൾ തിളച്ചിട്ടുണ്ട്. എന്തായാലും ഇത് കുറച്ചുകൂടെ ഒന്ന് തിളച്ച് വേവട്ടെ. അപ്പോൾ കുമ്പളങ്ങയൊക്കെ നേരെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനത് പഞ്ചസാര അളവെടുത്തേക്കുന്നത് നേരത്തെ കുമ്പളങ്ങ എടുത്ത അളവിൽ ആ കപ്പിൽ തന്നെ 1.5 കപ്പാണ് എടുത്തിരിക്കുന്നത്. 3.5 കപ്പ് കുമ്പളങ്ങ ഉണ്ടായിരുന്നു, 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര തിളച്ച് കുറുകി വരണം. തിളച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഒരു 1.5 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിതിനകത്ത് കുറച്ചുകൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. കുറച്ചുകൂടെ ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തിട്ട് കൊടുക്കാം. ഇതിൽ നിന്ന് നെയ്യ് തെളിഞ്ഞ് വരും. അപ്പോൾ അതാണ് ഇതിൻ്റെ പാകം. നെയ്യ് ചെറുതായിട്ട് തെളിഞ്ഞ് വരക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതാ നെയ്യ് തെളിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. നെയ്യൊക്കെ നേരെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നമുക്കൊരു ഷേപ്പിൽ വയ്ക്കാം. നമ്മുടെ നോർമൽ അലുവയുടെ രീതിയിൽ കട്ടിയൊന്നും എന്തായാലും കാണത്തില്ല. ചെറിയൊരു കട്ടിയെ കാണും. അപ്പോൾ സാധനം അത് കുമ്പളങ്ങയാണെന്ന് വെച്ച് ഉണ്ടാക്കിയെന്ന് ഒരിക്കലും നമുക്ക് അറിയാൻ പറ്റത്തില്ല. നല്ല സൂപ്പർ ടേസ്റ്റാണ്. അലുവയും ടേസ്റ്റാണ്. സത്യമായിട്ടുള്ള കാര്യമാണ്. അലുവയും ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും തീർച്ചയായും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടൻ തന്നെ മറ്റൊരു വീഡിയോ എത്തുന്നതായിരിക്കും. ബൈ ബൈ.